ഗ്രാമപഞ്ചായത്തിൽ നടന്ന അടിയന്തര ഭരണസമിതി യോഗത്തിൽ 2 വിഷയങ്ങളിൽ തീരുമാനമാകാത്തതിൽ പ്രതിഷേധവുമായി ഇടതുപക്ഷ അംഗങ്ങൾ. UDF അംഗങ്ങളുടെ നടപടി ജനകീയ വിഷയങ്ങളോടുള്ള അവഗണനയാണെന്നും പഞ്ചായത്തിൽ ഉയരുന്ന പ്രധാന പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറാനുള്ള ശ്രമമാണെന്നും ആരോപിച്ച് ഇടതുപക്ഷ അംഗങ്ങൾ രംഗത്തെത്തി. വിഷയങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ സമരം നടത്തുമെന്നും പഞ്ചായത്ത് അംഗം PK മുഹമ്മദ് ഷാഫി അറിയിച്ചു. നെല്ലായ ഗ്രാമപഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ ഗതാഗത തടസ്സം സൃഷ്ടിക്കുന്ന പുൽക്കാടുകൾ നീക്കം ചെയ്യുക, തെരുവുനായ ശല്യത്തിന് ശാശ്വത പരിഹാരം കാണുക, വ്യക്തിഗത ആനുകൂല്യങ്ങൾ ഉടൻ വിതരണം ചെയ്യുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഇടതുപക്ഷ അംഗങ്ങളുടെ ആവശ്യപ്രകാരം പഞ്ചായത്ത് അടിയന്തര ഭരണസമിതി യോഗം ചേർന്നത്. യോഗത്തിൽ ഇടതുപക്ഷ ജനപ്രതിനിധികൾ ഉന്നയിച്ച ഗുരുതര ആരോപണങ്ങൾക്ക് ഭരണസമിതിക്ക് വ്യക്തമായ മറുപടി നൽകാനായില്ലെന്നും അജണ്ട ചർച്ചയ്ക്കിടെ UDF അംഗങ്ങൾ ഇറങ്ങിപ്പോയെന്നും ഈ നടപടി പ്രതിഷേധാർഹമാണെന്നും പഞ്ചായത്ത് അംഗം PK മുഹമ്മദ് ഷാഫി ആരോപിച്ചു. ജനകീയ വിഷയങ്ങളോട് ഭരണസമിതി പുറംതിരിഞ്ഞു നിൽക്കുകയാണെന്നും അദ്ദേഹം വിമർശിച്ചു. പൊതുവെ നമ്മൾ ഇടതുപക്ഷത്തിന്റെ ജനപ്രതിനിധികൾ ഉയർത്തിയ ഗുരുതരമായിട്ടുള്ള ആക്ഷേപങ്ങൾക്ക് മറുപടി പറയാൻ പോലും എന്നത് പഞ്ചായത്ത് പ്രസിഡന്റായാലും വൈസ് പ്രസിഡന്റായാലും സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗങ്ങളായാലും തയ്യാറായിട്ടില്ല. ഞങ്ങൾ ഉയർത്തിയ കാര്യങ്ങൾ വേണ്ടത്ര രീതിയിൽ അതിന് മറുപടി നൽകാനോ അതിൻ്റെ കാരണങ്ങൾ നിരത്താനോ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് 3ാമത്തെ അജണ്ട എടുത്ത് അതിൽ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, അതുപോലെ തന്നെ 3 ജനപ്രതിനിധികൾ, ഇങ്ങനെ 5 പേരൊഴികെ ബാക്കി എല്ലാവരും UDFന്റെ അംഗങ്ങൾ ഇറങ്ങിപ്പോകുന്ന ഒരു സമീപനമാണ് ഇന്ന് 3ാമത്തെ അജണ്ട ചർച്ച ചെയ്യുന്നതിനിടയിൽ ഉണ്ടായിട്ടുള്ളത്. അത് അവർക്കിടയിലുള്ള അനൈക്യമാണോ അതോ ഈ ഞങ്ങൾ ഉയർത്തിയ ഈ ജനകീയ വിഷയത്തിന് താല്പര്യമില്ലായിട്ടാണോ എന്ന് നമുക്കറിയില്ല. ഈ അജണ്ട ക്ലോസ് ചെയ്യുന്ന സമയത്ത് UDFന്റെ 5 പേർ മാത്രം, പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഉൾപ്പെടെ 5 പേരും ഇടതുപക്ഷത്തിന്റെ 9 പേരും മാത്രമാണ് ഭരണസമിതി യോഗത്തിലുണ്ടായിരുന്നത്. മറ്റുള്ളവർ അധ്യക്ഷന്റെ അനുമതി പോലും ചോദിക്കാതെ ഇറങ്ങിപ്പോകുന്ന സമീപനമാണ് UDFന്റെ ജനപ്രതിനിധികളുടെ ഭാഗത്തുനിന്നുണ്ടായത്. അതിൽ 3 സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും ആ ഇറങ്ങിപ്പോകുന്നതിന് നേതൃത്വം കൊടുത്തു എന്നാണ്. ഇത് ജനങ്ങളോട് ഞങ്ങൾ പറയുകയാണ്. ഇത്തരം ജനകീയ വിഷയങ്ങൾ ഞങ്ങൾ ഭരണസമിതി യോഗത്തിൽ ഉന്നയിക്കുമ്പോൾ അതിനോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന സമീപനമാണ് നെല്ലായിലെ UDFന്റെ ജനപ്രതിനിധികൾ കാണുന്നത്. അത് വലിയ തോതിൽ പ്രതിഷേധം അറിയിക്കുന്നു. വരുന്ന നാളുകളിൽ ഈ വിഷയങ്ങളെല്ലാം, ഞങ്ങൾ ചർച്ച ചെയ്ത വിഷയങ്ങളെല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള സമരങ്ങൾ പഞ്ചായത്ത് ഓഫീസിൻ്റെ മുമ്പിൽ വെച്ച് തന്നെ അത്തരം രീതിയിലുള്ള ഒരു സമരം ഞങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ അത് പ്രഖ്യാപിക്കും. പഞ്ചായത്തിൽ ABC പദ്ധതി ഫലപ്രദമായി നടപ്പിലാക്കുന്നതിലും ഗുണഭോക്താക്കൾക്കുള്ള ധനസഹായം സമയബന്ധിതമായി വിതരണം ചെയ്യുന്നതിലും ഭരണസമിതി പരാജയപ്പെട്ടതായി പഞ്ചായത്ത് അംഗം I ഷാജു ആരോപിച്ചു. ഇത്തവണ എന്താ വെച്ചാൽ ഈ ABC പദ്ധതി ഫലപ്രദമായി നടപ്പാക്കുന്ന കാര്യത്തിൽ നമുക്ക് കുറവ് സംഭവിച്ചിട്ടുണ്ട്. ABC പദ്ധതിക്ക് മറ്റ് ബ്ലോക്ക് ജില്ലാ പദ്ധതികളുടെ ഭാഗമായിട്ടുള്ള ഷെയർ വെച്ചു എന്നല്ലാതെ തനതായിട്ട് ഈ ABC പദ്ധതി നടപ്പാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഇത്തവണ വെച്ചിട്ടില്ല. അപ്പോൾ ഇതൊരു പ്രശ്നമായിട്ട് നിലനിൽക്കണം. മാത്രമല്ല, കഴിഞ്ഞ തവണ അനുവദിച്ച ഫണ്ടിൽ നിന്ന് കുറച്ചുകൂടെ പ്രവൃത്തി ചെയ്യാനുള്ള ഫണ്ട് ബാക്കി നിൽക്കുന്നുണ്ട്. ഇത് ഈ പണി ഏറ്റെടുത്ത ആളെ, ഈ തെരുവുനായകളെ ഈ ABC പദ്ധതിയുടെ ഭാഗമാക്കുന്നതിന് ഏറ്റെടുത്ത ആളുകൾക്ക് ആവശ്യമായ സമ്മർദ്ദം ചെലുത്തി ഇവരെ കൊണ്ട് ഈ ഇത് ചെയ്യിക്കുന്നതിനുള്ള ഇടപെടലും പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ വിഷയം നമ്മൾ വീണ്ടും ഉയർത്തിക്കൊണ്ടുവന്നത്. എന്തായാലും അത് ത്വരിതഗതിയിൽ നടപ്പാക്കുന്നതിനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. ആവശ്യമെങ്കിൽ കൂടുതൽ ഫണ്ട് അടുത്ത റിവിഷനിൽ വയ്ക്കാമെന്ന ഒരു നിലപാടാണ് ഇന്നത്തെ ഭരണസമിതി തീരുമാനം എന്ന രൂപത്തിൽ ഉയർത്തിക്കൊണ്ടുവരുന്നത്. ഈ തെരുവുനായ പ്രശ്നത്തിലും അതുപോലെ തന്നെ ഈ പദ്ധതി വിഹിതം വാങ്ങിച്ച് ഈ സാധാരണക്കാരായ ആളുകൾക്ക് ധനസഹായം എത്തിച്ചു കൊടുക്കുന്ന കാര്യത്തിലും പഞ്ചായത്ത് ഭരണസമിതി സ്വീകരിക്കുന്ന ഈ നിഷേധാത്മകമായ നിലപാടിനെതിരെ സ്വാഭാവികമായും ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള സമരങ്ങൾ നമ്മൾ സംഘടിപ്പിക്കേണ്ടി വരും. മാത്രമല്ല, ഈ പദ്ധതി വർഷത്തിൽ നമ്മുടെ പഞ്ചായത്തിൽ ലഭിക്കേണ്ട 37 ലക്ഷം രൂപയാണ് നഷ്ടപ്പെട്ടതായിട്ട് പറയുന്നത്. ഫണ്ട് നമ്മുടെ പഞ്ചായത്തിൽ മാത്രമല്ല, മൊത്തത്തിൽ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും ലഭിക്കേണ്ട ഫണ്ടിൽ വലിയ രൂപത്തിലുള്ള കുറവ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ട് നമുക്ക് ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള വലിയ സമരങ്ങൾ നമുക്ക് ആലോചിക്കേണ്ടി വരും. അതേസമയം ഇടതുപക്ഷ അംഗങ്ങൾ ഒന്നിച്ചുന്നയിച്ച വിഷയങ്ങൾ ഭരണസമിതി യോഗത്തിൽ ചർച്ച ചെയ്തതായും അവയ്ക്ക് പരിഹാരം കാണുന്നതിനായി ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ തീരുമാനമായതായും ഇടതുപക്ഷ അംഗങ്ങൾ അറിയിച്ചു. വെഡിംഗ് സ്റ്റൈലിംഗ് എനിക്ക് പാഷനും പ്രൊഫഷനുമാണ്. സ്വന്തം ഫ്രണ്ട്സിന്റെ വിവാഹമാകുമ്പോൾ അതെനിക്ക് പേഴ്സണലും.
ഷാഹിനയ്ക്ക് ആന്റിക് നെക്ലസ് സെറ്റ്, കീർത്തിക്ക് ട്രഡീഷണൽ നഗാസ് കളക്ഷൻ, സാരയ്ക്കായി സിമ്പിൾ ആൻഡ് ക്ലാസി ഡയമണ്ട് സെറ്റ്. ഓരോ വധുവിലും ഓരോ സ്വപ്നമുണ്ട്. അതാണ് ഞാൻ സ്കൈ ഗോൾഡിൽ കാണുന്നത്. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി.